ഗസ ഭരണം ഏറ്റെടുക്കണമെന്ന സൗദി അറേബ്യയോടുള്ള നിർദ്ദേശം സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് തന്നെ തള്ളി. ഗസ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനമോ രൂപീകരണമോ തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും അത് തൽക്കാലത്തേക്ക് തങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അസ്തമിച്ചിരിക്കുന്നു എന്നത് റിപ്പോർട്ടാണ് അറേബ്യൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൂർണ്ണതയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് മീഡിയകളൊക്കെ വിലയിരുത്തിയതോടനുബന്ധിച്ചാണ് പിന്നീട് എവിടെയും എത്താത്ത തരത്തിൽ വെടിനിർത്തൽ വിഷയങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. 2-3 പ്രശ്നങ്ങളും വിഷയങ്ങളും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിലൊന്ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് തീരുമാനിച്ച ഗസ ഭരണമാറ്റം സൗദി അറേബ്യ, UAE, ഈജിപ്ത് പോലെയുള്ള അറബ് രാജ്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ കാര്യത്തിൽ നിന്നാണ് സൗദി അറേബ്യ പിന്മാറിയത്. ഇതിനോട് തങ്ങൾക്ക് താല്പര്യമില്ലെന്ന കാര്യം തുറന്നു പറയുകയും ചെയ്തു. അതോടുകൂടി ഏറെക്കുറെ UAEയും ഈ താല്പര്യത്തിൽ നിന്ന് ഈ ഗസ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ദൗത്യം അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം ഏറെക്കുറെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അസ്തമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് തുടർന്ന് വരുന്ന 2-3 വിഷയങ്ങളുണ്ട്. ഖത്തർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മധ്യശ്രമങ്ങൾ ഏറെക്കുറെ അവസാനിച്ച രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് പുറത്തുവിടാത്ത ചില രഹസ്യ കരാറുകളും നിർദ്ദേശങ്ങളും അതല്ലെങ്കിൽ പുതിയ കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് കാണുന്നത്. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ നടത്തിയിരുന്ന ചർച്ചയും ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും എത്താത്ത രീതിയിൽ അത് അവസാനിച്ചു. അത് എന്തുകൊണ്ട് അത് അവസാനിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും 2 നേതാക്കന്മാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയം 12 ദിവസത്തെ രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ വേണ്ടി സാധിച്ച അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ചില രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന്, 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. 1000 ചില്ലാൻ ആളുകൾ കൊല്ലപ്പെടുന്നു. 250 ചില്ലാനും ബന്ദികളെ അവർ പിടിച്ചുകൊണ്ടുപോകുന്നു. ഈ ബന്ദികളുടെ കണക്ക് മാത്രമാണ് ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത്, ഹമാസും പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2023 ഒക്ടോബർ 7-ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം 250 അല്ലെങ്കിൽ 260ഓളം ബന്ദികൾ അവിടെ കൈവശത്തിലുണ്ട്. അതിലിപ്പോൾ ഒരുപാട് പേരെ പുറത്ത് വിട്ടിട്ടുണ്ട്, മോചിപ്പിച്ചിട്ടുണ്ട്. ശേഷിക്കുന്നവർ ഏകദേശം 52 അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് 53 ഒക്കെ പറയുന്നുണ്ട്. 20 പേർ ജീവനോടെ ഉള്ളവരും 33 ആൾക്കാർ മരണപ്പെട്ടവരുടെ മൃതദേഹവുമാണ് ഇപ്പോൾ കൈവശത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ഔദ്യോഗികപരമായിട്ടല്ല അവർ പറയുന്നത്. ഇതിനു ശേഷം തങ്ങളുടെ ഒരുപാട് സൈനികർ നഷ്ടപ്പെടുകയും ഒരുപാട് സൈനികരെ ഹമാസ് പിടിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മരണപ്പെട്ട ഇസ്രായേലി സൈനികരുടെ IDF സൈനികരുടെ മൃതദേഹവും അവരുടെ കൈവശത്തിലുണ്ട്. അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് പുറത്തുവിടണം എന്നാണ് പറയുന്നത്. എന്നാൽ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ മറുപടി പറയുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഇസ്രായേൽ അംഗീകരിച്ചതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേൽ അംഗീകരിക്കപ്പെട്ടത് ഈ കാര്യം മാത്രമാണ്, ഒക്ടോബർ 7-ാം തീയതി നടന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. എന്നാൽ അതിനുശേഷം രൂക്ഷമായിരിക്കുന്ന അക്രമങ്ങളും വെടിവെപ്പുകളും മരണങ്ങളും നടക്കുകയും അതിൽ പല ആളുകളെയും ബന്ദികളാക്കി സൈനിക കമാൻഡർമാരെയോ അതല്ലെങ്കിൽ IDF സേനാനികളെയോ ബന്ദികളാക്കി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇത്ര പേരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പറയുന്ന സമയത്ത് അതിൻ്റെതായിരിക്കും നാണക്കേട് അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാലോ ഇവരിപ്പോൾ ഈ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ള ഇസ്രായേലിന് ഉറപ്പുമാണ്. കൃത്യമായ രീതിയിൽ കണക്ക് പറയാതെ ഒരിക്കലും ഹമാസ് അത് അംഗീകരിക്കില്ല എന്നുള്ളത് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ട കാര്യം അതിൽ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിടണം എന്ന തരത്തിലാണ്. ആ ലിസ്റ്റ് കാര്യങ്ങൾ പുറത്തു വിടാൻ വേണ്ടിയിട്ട്
IDF സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് ഗസയുടെ ഏതെങ്കിലും ഭാഗങ്ങളെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിരിക്കുന്ന കണക്ക് സൂക്ഷിക്കേണ്ടത് ഇസ്രായേലാണ്. അത് അവർ പറയാത്തിടത്തോളം കാലം എന്തിന് ഫലസ്തീൻ അല്ലെങ്കിൽ ഗസ അംഗീകരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇല്ല എന്ന് ഹമാസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായിട്ട് നിലനിൽക്കുന്നു. അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. രൂക്ഷമായിരിക്കുന്ന അന്വേഷണവും അതോടൊപ്പം നല്ല പരിശോധനയും ബങ്കറുകൾ കേന്ദ്രീകരിച്ചോ എല്ലാം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനവർ കൃത്യമായിരിക്കുന്ന ഒരു ഉദ്ദേശ കാര്യങ്ങൾ വെക്കുന്നത് IDF സംഘത്തിൽ നിന്ന് പിടിക്കപ്പെട്ട സൈനികർ ഇവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതും കാൻ യൂണിസിന്റെ ഏതോ മേഖലകളിൽ വെച്ച് അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, അവരെ മോചിപ്പിക്കുകയാണ് ഒന്നാം ലക്ഷ്യമായിട്ട് ഇസ്രായേൽ കാണുന്നത്. മറ്റത് ബന്ദികളെ സംബന്ധിച്ചിടത്തോളം അത് ലിസ്റ്റ് ഉള്ളതാണ്, ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൃത്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യത കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ 12 ദിവസത്തിനിടയിൽ ഏകദേശം 10-ലധികം ഇസ്രായേൽ സൈനികർ അവർ കൊല്ലപ്പെട്ടു. 5 പേര് ഒരേ സമയത്തും 3 പേരും 2 പേരും ആയിട്ട് മറ്റൊരു ഘട്ടത്തിലും 2-3 അക്രമവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 10-12 ദിവസത്തിനിടയിൽ 10-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. 13 അതിൽ കൂടുതലോ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചില ആളുകളുടെ നില ഗുരുതരമാണ്. ഈ റിപ്പോർട്ട് വരുന്നതിനോടനുബന്ധിച്ച് കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പ്രാധാന്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിലവർ പറയുന്ന കാര്യം ചില സൈനികരെ കാണാതായിരിക്കുന്നു എന്നുള്ള. 10-ലധികം സൈനികർ എന്നതിൽ പറയുന്നുണ്ട്. ചില റിപ്പോർട്ടിൽ കാണാൻ 4-ലധികം സൈനികർ എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണാതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായി പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വിവരമില്ല. ഞങ്ങളത് അന്വേഷിച്ച് വരികയാണ് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അവരെ കിട്ടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം IDF സംഘം പുറത്ത് വിട്ടിട്ടുമില്ല. അപൂർവമായിട്ടാണ് സൈനികരെ കാണാതാവുന്നത്. ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുന്നതും സ്വാഭാവികമായിട്ട് നിത്യസംഭവം പോലെ ഗസയുടെ അകത്ത് നടത്തുന്നതാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെടിവെപ്പിൽ ഒരുപാട് ഹമാസിന്റെ ആളുകൾ കൊല്ലപ്പെടുന്നു, ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇസ്രായേൽ സൈനികരുടെ അതായത് IDF സംഘത്തിന്റെ ആളുകളെ കാണാതാവുക എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം റിപ്പോർട്ടായിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം അത് നടന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട് മരണപ്പെട്ട എല്ലാവരുടെയും മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഒരു സ്ഫോടനം നടക്കുന്ന സമയത്തോ ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്തോ ആ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ സൈനികർ ഒന്നുകിൽ ഏറ്റുമുട്ടി മരിക്കും അല്ലെങ്കിൽ പിന്മാറി പോവുകയാണ് ചെയ്യുക. പിന്മാറുക എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മാത്രമാണ് നോക്കുക, മരണപ്പെട്ടവരെ ഇട്ടച്ചാണ് പോവുക. ഇട്ടച്ച് പോകുന്ന സമയത്ത് ബന്ദികളെ പോലെ ഇവരെ ഹമാസ് പിടിച്ചിട്ട് അവരുടെ സങ്കേതത്തിൽ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എവിടെ എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് ചോദിക്കുന്നത്. അതൊരു പരസ്യമായിരിക്കുന്ന ഔദ്യോഗികപരമായിരിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം സങ്കീർണമായിട്ട് നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ പോയത് എന്താണ് എന്നുള്ളത് പല തലത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് നേരെ ഉണ്ടായിട്ടും കൃത്യമായിരിക്കുന്ന മറുപടി ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് വിചാരിച്ചാൽ അവസാനിക്കുന്നേ ഉള്ളൂ ഗസ യുദ്ധം എന്ന കാര്യം കൃത്യമാണ്. എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ വല്ലാത്തൊരു സങ്കീർണമായിരിക്കുന്ന ഒരു പ്രശ്നം ഇതിനിടയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഗസയിലുള്ള ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയാണ് ഗസ എന്ന് പറയുന്നത്. അവിടെ മരിക്കാത്ത ദിവസങ്ങളില്ല, ആക്രമണം നടക്കാത്ത ദിവസങ്ങളില്ല, ഏറ്റുമുട്ടാത്ത ദിവസങ്ങളില്ല. ബോംബ് സ്ഫോടനത്തിൻ്റെയും മിസൈൽ പായിക്കുന്നതിൻ്റെയും വെടിവെപ്പിൻ്റെയും ഒച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാതവും പ്രദോഷവും രാത്രിയുമാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. ആ യുദ്ധഭൂമിയിലേക്ക് നിത്യേന ആളുകൾ കൊല്ലപ്പെടുന്ന യുദ്ധഭൂമിയിലേക്ക് അതിൻ്റെ ഭരണമാറ്റം അടിയന്തരമായി ഉണ്ടാക്കി ഹമാസിനെ 100% പുറത്താക്കിക്കൊണ്ട് അറബ് രാജ്യങ്ങൾ അവരുടെ ഭരണം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ്. കാര്യം സമാധാനമായി നീങ്ങുന്ന ഒരു പ്രദേശമല്ല ഗസ, യുദ്ധഭൂമികയാണ്. ഏത് നിമിഷവും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവർ ഭരണം ഏറ്റെടുത്താൽ ഇവർക്ക് സംരക്ഷണം ആര് നൽകും എന്നൊരു പ്രശ്നം അവിടെ സങ്കീർണമായിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ സൈനികരെ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ലെന്ന് സൗദി അറേബ്യ തുറന്നു പറഞ്ഞു. ഏറെക്കുറെ UAEയും ആ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതിൻ്റെ ദുരന്ത ഫലങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ രാജ്യമാണ്. അത് ഒന്നാമത്തെ ഹൂത്തിയുമായിട്ട് ബന്ധപ്പെട്ട് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 10 വർഷത്തിലധികം സൗദി അറേബ്യയും UAEയും യമനിലെ ഈ പറയപ്പെട്ട ഹൂത്തി വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ഏറ്റുമുട്ടലിൽ ഒരുപാട് സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സങ്കീർണമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നതാണ്. പിന്നീടാണ് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇറാനും
സൗദി അറേബ്യ ഒന്നിച്ചു. ചൈനയുടെ നേതൃത്വത്തിൽ ഏകോപര സഹോദരന്മാരെ പോലെ ഒന്നിച്ചതോടുകൂടി ഹൂത്തികളുമായിട്ടുള്ള വിഷയം അവസാനിച്ചു. ഇപ്പോൾ അതേ രീതിയിൽ ഇപ്പോൾ ശാന്തവും സമാധാനമായിട്ട് രീതിയിലാണ്, അതായത് യമന്റെ വിഷയത്തിൽ സൗദി അറേബ്യയുടെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികൾ ഇടപെടാത്ത രീതിയിൽ ശാന്തത നിലനിൽക്കുന്ന സമയത്ത് ഗസ എന്ന് പറയുന്ന സങ്കീർണമായിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭരണ സംവിധാനം ഹമാസ് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് വിഷയമാണ്. ഇവിടെ പറയുന്ന കാര്യം, എങ്ങനെയാണ് ആധിപത്യം ഉണ്ടാക്കിയിട്ട് ഭരണം നിലനിർത്തുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് സൗദി അറേബ്യ പ്രത്യേകമായിട്ട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നത്. അതിന് കാര്യം അവർ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ കാര്യമാണ്. അതിശക്തമായിരിക്കുന്ന മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് താലിബാനെ അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്യപ്പെട്ടു. അവിടെ ഹമീദ് കർസായിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്ക സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും സൈനികപരമായും ആയുധപരമായും സർവ്വ മേഖലയിലും വലിയ ആധിപത്യമുള്ള രാജ്യമാണ്. ആ ആധിപത്യമുള്ള രാജ്യമാണ് എന്ത് ചെയ്യുന്നത്, താലിബാൻ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ തൂത്തെറിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത്. വല്ലാതെ വർഷങ്ങളൊന്നും കഴിയാതെ അതേ സംവിധാനം പിന്നീട് തിരിച്ചു വന്നു. ഏതോ മലമടക്കുകളിൽ അവർ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് താലിബാനായിട്ട് പുറത്ത് വന്നിട്ട് നിലവിലുള്ള ഹമീദ് കർസായിന്റെ തുടർന്നുള്ള ഭരണം സർവ്വ മേഖലയിലും താലിബാന് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ കുടുങ്ങിപ്പോയ അമേരിക്കയുടെ സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഇടപെടേണ്ട സാഹചര്യത്തിലേക്കാണ് ആ വിഷയങ്ങൾ എത്തിയത്. അപ്പോൾ അങ്ങനത്തെ വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു ഭൂമികയാണ് മുസ്ലിം രാജ്യങ്ങൾ. അതുകൊണ്ട് ഗസയിലെ ഭരണം ഹമാസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഹമാസ് പിന്മാറുകയും പിന്നീട് ശക്തി സംഭരിച്ചുകൊണ്ട് തിരിച്ചു വരില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ആവശ്യമില്ലാതെ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് മാത്രമല്ല, തങ്ങളുടെ സൈനികരെ ബലി കൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായ രീതിയിൽ മുൻകൂട്ടി കാണുന്നുണ്ട്. വളരെ എളുപ്പമല്ല. മാത്രമല്ല, ഇവർ ഭരണത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അറബ് രാജ്യങ്ങൾ ഗസയുടെ ഭരണം ഏറ്റെടുത്താലും ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെടില്ലെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആഭ്യന്തരമായിരിക്കുന്ന പ്രതിരോധ രംഗത്തൊക്കെ ഞങ്ങൾ സജീവമായിട്ടുണ്ടാവും. ഭരണത്തിൽ നിന്ന് ഹമാസിനെ മാറ്റുക, പുതിയ അറേബ്യൻ ഭരണ സംവിധാനം നിലവിൽ വരിക എന്നതിനപ്പുറം ഞങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഹമാസ് ഇല്ലാത്തൊരു ഗസയെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയകാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മറ്റ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ രണ്ട് തരത്തിലായി മുറിഞ്ഞു പോയത്. ഒന്ന്, ഖത്തർ വെച്ച് നടന്നിരിക്കുന്ന വെടിനിർത്തൽ കാര്യം അങ്ങനെ തന്നെ അസ്തമിച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയും എവിടെയും എത്താത്ത രീതിയിൽ അവസാനിച്ചതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങളുടെ നിസ്സഹകരണമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.